10 ദിവസത്തിനുള്ളിൽ അവിടെയുള്ള ആ ഭൂപ്രദേശങ്ങളും നേരത്തെ മധു പറഞ്ഞതുപോലെ കുറേ മനുഷ്യരുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അന്ന് ഷഹീദിനോടൊക്കെ പൊട്ടിക്കരഞ്ഞ മോഹനേട്ടന്റെ മുഖമൊക്കെ ഒരിക്കലും നമ്മൾ മറക്കില്ല. അങ്ങനെ എത്രയോ മനുഷ്യരെ നമ്മൾ അവിടെ കണ്ടു. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ നമ്മൾ അറിഞ്ഞു, അവരുടെ പ്രയാസങ്ങൾ നമ്മൾ കണ്ടു കേട്ടു. അപ്പം ഒരുപക്ഷെ ഈ 10 ദിവസം കഴിഞ്ഞ് ക്യാമ്പിലൊക്കെ കഴിഞ്ഞ് അവരുടെ ബന്ധു വീട്ടിലേക്കൊക്കെ പോയി ആ ഒരു വേദനയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പരിശ്രമിക്കുന്ന മനുഷ്യരാണ്. എല്ലാം നഷ്ടപ്പെട്ട ആ ഭൂമിയിലേക്ക് പോയി വീണ്ടും സങ്കടക്കടലിലേക്ക് ഒരുപക്ഷെ ഇന്ന് താഴ്ന്നു പോയേക്കാവുന്ന മനുഷ്യരാണ്. അതുകൂടി നമ്മൾ ഓർക്കണം ഈ ഘട്ടത്തിൽ. ആ സങ്കടത്തിന് കാലത്തിന് മാത്രമേ മറുപടി പറയാൻ കഴിയൂ ആര്യ. കാരണം മറവി ഒരു അനുഗ്രഹമാവുക എന്ന് പറയുന്നൊരു അത് നമ്മൾ ആ വിധത്തിൽ തന്നെ ഉൾക്കൊള്ളുകയേ സാധ്യമാവുള്ളൂ. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇപ്പോൾ എൻ്റെ ഇടതുവശത്ത് ഇപ്പോൾ ഈ പുഴ കുത്തിയൊലിച്ച് വരുന്ന പ്രദേശത്താണ് ഞാൻ കണ്ട രമേശിൻ്റെയും പ്രശ്നേവിൻ്റെയും ഒക്കെ വീടുണ്ടായിരുന്നത്. അതിനും അപ്പുറത്തായിട്ടാണ്, സ്കൂളിനും അപ്പുറത്തായിട്ടാണ് സ്വാമിദാസിൻ്റെ വീടുണ്ടായിരുന്നത്. എൻ്റെ മക്കളെ എൻ്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ, അപ്പാ 10 കൊല്ലം കൂടി ഞാൻ പോയി പണിയെടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നീട് USA പോകും, അത് 10 കൊല്ലം കൂടി അപ്പൻ പണിയെടുത്താൽ മതി, അതിനുശേഷം ഞാൻ നോക്കിക്കോളാം നിങ്ങളെയെല്ലാം എന്ന് പറഞ്ഞ ആ അവന്തിക എന്ന പെൺകുട്ടി അതിനുശേഷം തകർന്നിരുന്ന ബ്രഷ്നേവിനെ ഓർമ്മയുണ്ട്. അതിനപ്പുറത്ത് 3 ദിവസം കഴിഞ്ഞ് ഞാൻ മോർച്ചറിക്ക് അടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ വന്ന് തട്ടി മോളെ കിട്ടി കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആശ്വാസത്തിന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ മരവിച്ച മുഖവുമായി അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്നലെയായിരുന്നു സംസ്കാരം. ആ ഒരു നിമിഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവില്ല. പക്ഷേ അതുപോലെ തന്നെ ഈ മുണ്ടക്കൈ LP സ്കൂളിലെ അശ്വതി ടീച്ചർ 2ാം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച 11 കുട്ടികളിൽ അവരിപ്പോൾ 4ാം ക്ലാസ്സിലായിരുന്നു. ആ കുട്ടികളിൽ ഇനി ക്ലാസ് തുറക്കുമ്പോൾ 4 പേരെ ഇനി ബാക്കിയുള്ളൂ. അത് പറഞ്ഞ് എൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ബോധരഹിതയായി നിലം പതിച്ച ടീച്ചറുണ്ട്. ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് ഓടുകയായിരുന്നു. അത് അത്തരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മെന്റൽ ട്രോമയിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത്. അത് ആ കാഴ്ച കണ്ട നമ്മൾ എങ്കിൽ അത് അനുഭവിച്ചവരുടെ ആ സങ്കടം അത് അളക്കാനാവില്ല. ഒരു സ്കെയില് കൊണ്ടും അളക്കാനാവാത്ത അത്ര വലിയ സങ്കടങ്ങളിലൂടെ ആ കടന്നുപോയൊരു സമൂഹം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശത്ത് അതിനപ്പുറത്ത് വീടുകളുണ്ടായിരുന്ന ആളുകൾ, ആ വീട്ടിലുണ്ടായിരുന്ന 9 പേരും പോയി എന്ന്, ഒപ്പമുണ്ടായിരുന്ന 9 പേരും പോയി എന്ന് പറഞ്ഞ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില കുടുംബത്തിൽ നിന്ന് 20 പേർ നഷ്ടമായ കുടുംബങ്ങൾ മുണ്ടക്കൈയിൽ വെച്ച് നമ്മൾ കണ്ടു. ഈ ആദ്യത്തെ ദിവസം മുട്ടൊപ്പം ചെളിയിലൂടെ നമ്മൾ കടന്ന് അവിടേക്ക് ചെന്നത് ഒരിക്കലും മറക്കാനാവാത്ത മഹാദുഃഖങ്ങളുടെ ഒരു പാതാളക്കുണ്ടിലേക്കായിരുന്നു എന്നുള്ളത് അത് ഓർക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നു. പക്ഷേ അതൊക്കെ ഒരിക്കലും മരിക്കുവോളം ഓർമ്മയിൽ ബാക്കിയാവുന്ന മുഹൂർത്തങ്ങൾ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോലും. എങ്കിൽ അത് ആ പ്രദേശത്ത് താമസിച്ചിരുന്നവർ, ഇവിടുത്തെ പള്ളിപ്പെരുന്നാളുകളും ഇവിടുത്തെ ഉത്സവങ്ങളും ഒക്കെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ആഘോഷിച്ചിരുന്നവർ, ഇവിടുത്തെ കല്യാണത്തിലെ സന്തോഷങ്ങളും മരണത്തിലെ സങ്കടങ്ങളും ഒക്കെ ഒന്നിച്ച് ഒപ്പം നിന്ന് കൈകോർത്ത് നേരിട്ടവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ തരിശായി കിടക്കുന്ന ഭൂമിയിൽ അവരുടെ പാർപ്പിടങ്ങളായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒലിച്ചുപോയ ഈ മൺകൂമ്പാരങ്ങൾക്കപ്പുറത്ത് അവരുടെ സ്വപ്നങ്ങളായിരുന്നു. അവരെ ഒരിക്കൽ കൂടി കടന്നെത്തുകയാണ് ഇതേ ഭൂമിയിലേക്ക്. നമ്മൾ ഇന്ന് 6 മേഖലയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആര്യ. ഈ 6 മേഖലകൾ ഈ ബ്രിട്ടീഷുകാരൻ പണിതിട്ട ചായത്തോട്ടത്തിന് പതിയെ ജീവൻ വയ്പ്പിച്ച് അവിടെ അവർ ഓരോരുത്തരായി താമസിച്ചുകൊണ്ട് അവർ അതിജീവനത്തിന്റെ ഭാഗമായി വലിയൊരു പങ്കും കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഇതേ കാലത്ത് 100 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ കേരളത്തിൽ നടന്ന ആദ്യത്തെ പലായനത്തിലൂടെ വടക്കോട്ട് മലയിടുക്കിലേക്ക് കടന്നു വന്നവർ, അവർ പതിയെ സൃഷ്ടിച്ചെടുത്ത ജനപഥങ്ങളാണ് ഇതെല്ലാം. പുഞ്ചിരിമട്ടമാണെങ്കിലും മുണ്ടക്കൈയാണെങ്കിലും അട്ടമലയാണെങ്കിലും ചൂരൽമലയാണെങ്കിലും താഴോട്ടുള്ള പ്രദേശങ്ങളൊക്കെ അങ്ങനെ രൂപപ്പെട്ടതാണ്. അങ്ങനെ രൂപപ്പെട്ട ടൗൺഷിപ്പുകളാണ് ഒന്നിച്ച് പ്രകൃതി ഒലിച്ച് കൊണ്ടുപോയത്, ഒന്നിച്ച് പ്രകൃതി ഇല്ലാതായത്. ഈ ഏറ്റവും മനോഹരമായ പ്രദേശം ഇപ്പോൾ ഈ കാണുന്നതായി മാറിയിരിക്കുന്നു. ഇനി ആത്മവിശ്വാസത്തോടെ ഇവിടെ താമസിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. ആ ആശങ്കയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ
ആ ആശങ്കയ്ക്ക് മുന്നിൽ സ്തബ്ധമായി നിൽക്കുന്ന ഒരു മനുഷ്യ സമൂഹമുണ്ട്. ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ഒരു പക്ഷേ മറവിയായിരിക്കും ഏറ്റവും വലിയ അനുഗ്രഹം. ഷഹീദിലേക്ക് കൂടി പോവുകയാണ്. ഷഹീദ്, ഇപ്പം സമയം 6:15 ക്യാമ്പിലുള്ളവരൊക്കെ എണീറ്റോ? അവിടെയുള്ള ഒരുക്കങ്ങൾ, ഈ തെരച്ചിലിന്റെ ഭാഗമാകാൻ എത്ര പേർ അവിടെ നിന്ന് പുറപ്പെടും? അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ഷഹീദ്? ആര്യ, ഏറ്റവും പ്രധാനമായും ചില വിവരങ്ങൾ കൂടി നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അതായത് അതും ഔദ്യോഗികമായല്ല, പക്ഷേ എങ്കിൽ കൂടി ക്യാമ്പിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് വന്ന മെസ്സേജുകളാണ്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി അവർക്ക് വന്ന മെസ്സേജ്, ഈ ഓരോ ക്യാമ്പിൽ നിന്നും 3 പേരെ വീതം മാത്രം തിരച്ചിലിനായി വിട്ടാൽ മതി. അത് തന്നെ ഈ കാണാതായ ആളുകളുടെ അടുത്ത ബന്ധുക്കൾ ആവരുത്. ഒപ്പം തന്നെ വന്നിരിക്കുന്ന അൺമാരീഡ് യൂത്ത് എന്നാണ്, വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരായ ആളുകൾ. ഇങ്ങനെ തെരഞ്ഞെടുത്ത് 3 പേരെ വീതം ക്യാമ്പുകളിൽ നിന്നും തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് ആണ് വന്നതായുള്ള വിവരമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. അതായത് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ആളുകൾ, വളരെ പരിമിതമായ ആളുകൾ മാത്രമേ അങ്ങോട്ട് പോവുകയുള്ളൂ. അതുതന്നെ കാണാതായവരുടെ അടുത്ത ബന്ധുക്കൾ ആയിരിക്കില്ല എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടി വരും. ഒപ്പം തന്നെ ആ മെസ്സേജിൽ രാവിലെ 6 മണിയോടുകൂടി കൽപ്പറ്റയിൽ നിന്നും ഇവരെ കൊണ്ടുപോകാനുള്ള വാഹനം പുറപ്പെടും എന്നുള്ള ഒരു വിവരം കൂടി ആ മെസ്സേജിലുണ്ട്. പക്ഷേ വാഹനം ഇതുവരെ ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇത്തരം പരിമിതമായ ആളുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ള ഒരു സൂചനയും വിവരവുമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ക്യാമ്പിലെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച മെസ്സേജിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യ, ശരി. ഷഹീദും കമലും മധുവുമാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ ഷഹീദ് നൽകിയത്, ഒരു ക്യാമ്പിൽ നിന്ന് 3 പേരായിരിക്കും ഈ തെരച്ചിലിന്റെ ഭാഗമാവുക. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കണക്കനുസരിച്ചാണെങ്കിൽ 1800-നടുത്ത് ആളുകൾ ക്യാമ്പിൽ താമസിക്കുന്നുണ്ട്. ഒരു ക്യാമ്പിൽ നിന്ന് 3 പേർ മാത്രമായിരിക്കും ഈ തെരച്ചിലിന്റെ ഭാഗമാവുക. അതും കാണാതായവരുടെ ഒരു പട്ടിക നമ്മുടെ കയ്യിലുണ്ട്. അത് അവരുടെ അടുത്ത ബന്ധുക്കൾ ഈ തെരച്ചിലിന്റെ ഭാഗമാകില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം.